ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് ചിക്കനാ കറി. ഈ വൃത്തിയായി വെച്ചേക്കണ കേട്ടോ. നമുക്കിനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പുരട്ടി വെക്കാം കേട്ടോ. നമുക്കിനി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇത് വേറൊരു പാത്രത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു അര സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഇടാട്ട മുളക് പൊടി. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് പോരെങ്കിൽ ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കാം. ഈ ചിക്കൻ ഓരോന്നെ നമുക്ക് ഇതിലോട്ട് പെറുക്കിയിടാം കേട്ടോ. കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം നന്നായി പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇരിക്കട്ടെ ഇവിടെ. ചിക്കൻ കറി വെക്കാനായിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കത്തിച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം വാട്ടണം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, വേപ്പില, മല്ലിച്ചീര ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടി കൊടുക്കണം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി വരട്ടുക. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി നന്നായി വഴറ്റുക. ഇത് വഴറ്റി വരുമ്പോഴേ ഞാൻ തക്കാളി ഇടുള്ളൂ കേട്ടോ. 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അതും കൂടി ഇട്ട് നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് നേരത്തെ പെരട്ടി വെച്ച ചിക്കൻ ഇല്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. വലിയ കഷ്ണമാണ് കേട്ടോ ഇത്. ഞങ്ങൾ
നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൂടി കഴിക്കാനാണ് ഉണ്ടാക്കിയത്. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അത് മുങ്ങാൻ പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി വെക്കാം കേട്ടോ. ഇനി കറി ശരിയായ നോക്കാം. വെള്ളം പറ്റാനുണ്ട്, അതുകൊണ്ട് മൂടി മാറ്റി വെച്ചാലേ വെള്ളം പറ്റുള്ളൂ. അതുകൊണ്ട് മൂടി മാറ്റി വെക്കാം നമ്മൾ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഈ കറി. അടിപൊളി കറിയാണിത് കേട്ടോ. കമൻറ്റ് ഇടണം കേട്ടോ.